അങ്ങനെ നമ്മൾ പെട്ടി ഓട്ടിക്കാൻ പോവുകയാണ്. നമ്മളുടെ മാമിനെ നമുക്ക് വിളിച്ചു വരാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മളെ മാമനെ വിളിക്കാൻ പോവാണ്. ഞങ്ങളുടെ പാപ്പാന്റെ കാറിലാണ് പോണത്. പാപ്പ അപ്പുറത്തിരിക്കുന്നുണ്ട്. അവിടെ എത്തിയതിന് ശേഷം ഉള്ള വീഡിയോസ് ഞങ്ങൾ കാണിക്കാം. ഹായ്, അസ്സാം വലൈക്കും. ഇത് നമ്മളെ റയ്യൂൻ്റെ മാമ വരിക കേട്ടോ. അപ്പോൾ മാമാനെ വിളിക്കാൻ വേണ്ടി പോവാണ്. ഞാനുണ്ട്, റയ്യൂസ് ഉണ്ട്, പിന്നെ റയ്യൂസിൻ്റെ പാപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ടോ. എയർപോർട്ടിലെത്തുമ്പോൾ ആളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ കഥാനായകൻ റയ്യൂസിൻ്റെ മാമ മുസമ്മിൽ. അങ്ങനെ ഞങ്ങൾ ഇതാ പുറത്തിറങ്ങി ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി റയ്യു മാമാനെ ഒരു കണ്ട സന്തോഷം. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. മുസമ്മിലിനെ കുഞ്ഞുനെ വിളിക്കുക എല്ലാവരും. അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ ലേറ്റാട്ടോ. വിമാനം 1 മണിക്കൂർ നേരത്തെ വന്ന കാരണം ഞങ്ങൾ 1 മണിക്കൂർ ലേറ്റായി. ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയിരിക്കണ്. വിമാനം 1 മണിക്കൂർ നേരത്തെ വന്ന്, അത് കാരണം 1 മണിക്കൂർ ഓനെ എയർപോർട്ടിൽ നിൽക്കേണ്ടി വന്ന്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ട് നമ്മളിങ്ങനെ പോകട്ടെ. നമ്മൾ പോകണ വഴിയെന്ന് മനസ്സിലായോ? നമ്മൾ ഒരു 4-5 വർഷം മുന്നേ ഒരു വിമാനം തകർന്നില്ല കോഴിക്കോട്. 4 വർഷം 5 വർഷം എന്നറിയില്ല. ഒന്ന് ഈ ബാക്ക് സൈഡിലാണ് തകർന്ന് വീണത്. അവിടുത്തെ വ്യൂ കാണാൻ കണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് ചായ കുടിക്ക് ഇറങ്ങി. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ തന്നെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത് പെരിന്തൽമണ്ണ വഴിയാണ്. റിട്ടേൺ വരുന്നത് നമ്മൾ വളാഞ്ചേരി വഴിയാണ്. റോഡൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി റോഡ്. ഒരുവിധം എല്ലായിടത്തും ഫിനിഷിംഗ് വർക്കിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്താറായി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പൊട്ടിക്കൽ ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ. അറിയോ? അറിയോ? എന്താ ഷാനു എന്താ പറയുള്ളത്? ധാരാ വന്നിക്കണേ. കാറാരെ കൊടുന്ന് പാത്തു. അങ്ങനെ ചായ റെഡി ആകുമ്പോൾ ചായ നല്ല ഉണ്ണിയപ്പം ചക്കവറവ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടുത്തെ കുഞ്ഞൻ വന്ന് കയറിയ ശേഷം നല്ല വൈബ് ചെയ്തിട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് മുഹൂർത്തങ്ങളും അതേമാതിരി കുട്ടികളുടെ സന്തോഷം കാണുന്ന വേണം മാമനെ കണ്ടപ്പോഴുള്ള. അപ്പോൾ അങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ഇനി നമ്മളൊരു ദമ്മ് പൊട്ടിക്കുന്ന പരിപാടിയാണ്. കണ്ടോളി മക്കളെ. ഉമ്മാൻ്റെ സ്പെഷ്യൽ ദം ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ കസ്റ്റാർഡ് പറഞ്ഞൊരു ഫ്രൂട്ട് സലാഡ് ഒരു ഐറ്റം. കറക്റ്റ് പേര് എനിക്കറിയില്ല, അങ്ങനെ തോന്നണം. അതും നല്ല ടേസ്റ്റ് ആട്ടോ. ദം ബിരിയാണി രക്ഷയില്ല. നമ്മൾ വൈഫ് ഹൗസിൽ പോകണ തന്നെ ഉമ്മാൻ്റെ ദം ബിരിയാണി കഴിക്കാനുള്ള കേട്ടോ. അത്രയും ടേസ്റ്റാണ് ബിരിയാണി. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് റയ്യു മദർസയ്ക്കുള്ള കാര്യങ്ങൾ സെറ്റാക്കാണ്. ഖുർആൻ ഓതി കൊടുക്കുകയാണ്. റയ്യുവിൻ്റെ മനസ്സിൽ വെട്ടിയാണെങ്കിലും ഉമ്മാൻ്റെ നിർബന്ധം വഴക്കിയിട്ടാണ് ഖുർആൻ ഓതി കൊടുക്കുന്ന ഉസ്താദിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ദമ്മ് പൊട്ടിക്കലും കഴിഞ്ഞ് നമ്മളെ പൊട്ടി പൊട്ടിക്കല പരിപാടി വന്ന് പൊട്ടിച്ച എല്ലാവരും എന്നെ തുറന്നോളി. ആരാ പറക്കണേ? അടിപൊളി. അതും മാമന്റെ പേര്. അതും മാമന്റെ പേര്. ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ.
ഏയ് ആ പൊടിച്ചല്ലോ. ഓരോരുത്തരുടെ കയ്യിലാക്കിണ്ട് കേട്ടോ. ഇതൊരു കണ്ണിന് കുളിർമുള്ള ഒരു കാഴ്ചയായിരുന്നു. കാരണം നമുക്കും ഇത് ഒരുപാട് അനുഭവമുള്ളതാണ്. ഒരുപാട് പൊട്ടി നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് പണ്ട്. അങ്ങനെ പിസ്ത കൊടുന്ന് പിസ്ത പൊട്ടിക്കൽ കഴിക്കലാണ്. ഓരോരുത്തർ കണ്ട കൈക്കലാക്കിയിരിക്കണ. റൈമാക്ക് ഇതാ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, റയ്യൂവിനും ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റു രണ്ടാൾക്ക് ടോയ്സ് കാര്യങ്ങൾ, ഉപ്പാക്കൊരു വാച്ച്. അച്ഛനക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇന്ന് രാത്രി ദിവസം എന്തായാലും നല്ല വൈബായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. എന്തായാലും കുട്ടികളും ഹാപ്പിയാണ്, മാമനും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.